എടാ നാണമില്ലാത്ത കോൺഗ്രസ്സുകാരെ, ഞങ്ങൾ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിന്നെയൊക്കെ ആ സീറ്റേ കയറ്റി ഇരുത്തിയപ്പോൾ മുഖ്യമന്ത്രിയാകാനായിട്ട് നീയൊക്കെ കാണിക്കുന്ന ഈ അങ്ങേയറ്റത്തെ മറ്റേ പരിപാടിയുണ്ടല്ലോ, അത് ജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയാൻ ഈ ഹൈക്കമാൻഡ് ആരാ? ഞങ്ങളുടേത്. അതാവേ ഞങ്ങളുടെ ആരുമല്ല ഹൈക്കമാൻഡ്. ഞങ്ങൾ കേരളത്തിൽ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് കോൺഗ്രസിൻ്റെ നല്ല പരിപാടി കൊണ്ടൊന്നും അല്ല. PC ജോർജ് പറഞ്ഞതുപോലെ ഗതികേട് കൊണ്ടാണ്, വേറൊരുത്തൻ ഇല്ലാത്തത് കൊണ്ട് ഗതികേട് കൊണ്ട് നിന്നെയൊക്കെ ഞങ്ങൾ കയറ്റിയതാണ്. മൂന്നാമത് നല്ല ശക്തമായ ഒരു മുന്നണി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കേരളത്തിൽ കയറ്റത്തുള്ളായിരുന്നു. എന്നുവെച്ചാൽ നിന്നെയൊക്കെ പരീക്ഷിച്ച് ഞങ്ങൾ തോറ്റവരാ, ഞങ്ങൾ മടുത്തവരാ. അങ്ങനെ ഗതികേട് കൊണ്ട് നിന്നെയൊക്കെ ഞങ്ങൾ കേരളത്തിൽ കയറ്റിയപ്പോൾ എടാ അന്നേരവേ VD സതീശന് നീയൊക്കെ പിടിച്ച് പൊന്നാണ അടിയിച്ച് അയാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം പ്രഖ്യാപിക്കേണ്ടതിന് പകരം കേരളത്തിലെ ജനങ്ങളെ നീയൊക്കെ കൊഞ്ഞനം കുത്തി കാണിക്കുക. നീയൊക്കെ വേറെ ഒരുത്തനെയും കൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വന്നാൽ കേരളത്തിലെ ജനങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് ഓർക്കുന്നുണ്ടോ? ഈ കിടക്കുന്ന സാധനം കണ്ടോ? ഈ സാധനം കൊണ്ട് പൊക്കിയെടുത്ത് കേരളത്തിലുള്ള ജനങ്ങൾ നിന്നെയൊക്കെ ദൂരക്കളയും. ഈ JCB കൊണ്ട് പൊക്കിയെടുത്ത് ദൂരക്കളയും. ഇവിടെ ഹൈക്കമാൻഡ് ഒന്നും പറഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾ കേൾക്കത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് കേരളത്തിലുള്ള ജനങ്ങൾ പറയുക, VD സതീശനെ മുഖ്യമന്ത്രിയാക്കി മര്യാദയ്ക്ക് അയാളുടെ കീഴിലിരുന്ന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നോക്കുക. അല്ലാതെ ഹൈക്കമാൻഡ് പറഞ്ഞു, മറ്റവൻ പറഞ്ഞു, ഞങ്ങൾ കയറ്റി വെച്ച MLA മാരുടെ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്നയാളെ കയറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാലേ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ കേരളത്തിലുള്ള ഞങ്ങളാരും സമ്മതിക്കത്തുമില്ല. നിനക്കൊന്നും അങ്ങനെ കയറി ഇരുന്ന് ഇവിടെ അങ്ങ് ഭരിക്കാമെന്ന് നോക്കുകയും വേണ്ട. ഇനി ഒരുത്തം വന്നിട്ട് ആലപ്പുഴയിൽ നിന്നിട്ട് BJPക്ക് ഒരു സീറ്റ് കൂടെ തുറന്നു കൊടുക്കാമെന്നുള്ള വ്യാമോഹവും വേണ്ട, അത് നടക്കത്തില്ല. പിന്നെ വയസ്സനായ ആൾ തലയും ചൊറിഞ്ഞ് പെരയ്ക്കകത്തിരിക്കുക. ഇവിടെ ഞങ്ങളുടെ മലയാളികളുടെ ഒരേ ഒരു നേതാവെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ VD സതീശനാണ്. ഓക്കെ, മനസ്സിലാക്കുക.